വളാഞ്ചേരി പെരിന്തൽമണ്ണ റോഡിൽ ഞായറാഴ്ച രാത്രി 10 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. കുളത്തൂർ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. പെരിന്തൽമണ്ണ റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറിൽ കാർ ഇടിച്ചു കയറുകയായിരുന്നു. പരുക്കേറ്റയാളെ ഉടൻ തന്നെ വളാഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞെത്തിയ വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും ചേർന്ന് ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. തകർന്ന ഡിവൈഡർ ഭാഗങ്ങൾ നീക്കം ചെയ്യുകയും അപകടത്തിൽപ്പെട്ട വാഹനം റോഡിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ഇതോടെയാണ് റോഡിലെ ഗതാഗതം സാധാരണ നിലയിലായത്. വളാഞ്ചേരി ടൗണിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്താത്തതാണ് ഇത്തരം അപകടങ്ങൾ പതിവാകാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. രാത്രികാലങ്ങളിൽ ഡിവൈഡറുകൾ വ്യക്തമായി കാണാൻ കഴിയാത്തത് ഡ്രൈവർമാരെ വലയ്ക്കുകയാണ്. മാസങ്ങളായി സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനരഹിതമായിട്ടും നഗരസഭാ അധികൃതർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. പലതവണ പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആക്ഷേപം. നഗരസഭയുടെ അനാസ്ഥയിൽ ഇനിയും ജീവനുകൾ പൊലിയണോ എന്ന ചോദ്യമാണ് വളാഞ്ചേരി നിവാസികൾ ഉയർത്തുന്നത്. അധികൃതർ ഉടൻ ഇടപെട്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി. എന്താണ് ബ്രൈഡ്, ഇനി എപ്പോ റെഡിയാവാനാ? മരുപൂ പോലെ നിറമേകും MX വെണ്ണിലാവായ നുള്ളാകെ MX. മനസ്സിലുണ്ടോ? MX-ലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.